പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. കോൺഗ്രസ്സിലെ മുതിർന്ന നേതാവും മുൻ ഡിപ്ലോമാറ്റുമായ മണിശങ്കർ അയ്യർ ഈയിടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഒരു തുടർഭരണമുണ്ടാകണം, ആ സർക്കാർ തുടരണം എന്ന് അഭിപ്രായപ്പെട്ടത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ഇതേ തുടർന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനും താരതമ്യേന ഇമ്പാർഷ്യലായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് തോന്നുകയൊക്കെ ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു അദ്ദേഹം ബേസിക്കലി ഒരു പാരലൽ കോളേജൊക്കെ നടത്തിയിരുന്ന ഒരാളാണ് എറണാകുളം ജില്ലയിൽ. അപ്പോൾ അദ്ദേഹം നടത്തിയ ചില നിരീക്ഷണങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ മൊത്തത്തിൽ ആ നിരീക്ഷണങ്ങൾ കേട്ടാൽ നമുക്ക് തോന്നുന്നു ശരിയാണല്ലോ. കാരണം ഞാനൊരു അധ്യാപകനാണ്, അതായത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അതായത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം പഞ്ചായത്തി രാജ് സംവിധാനം മികച്ച രീതിയിൽ നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ്. ഇത് രാജീവ് ഗാന്ധിയുടെ ഒരു സ്വപ്നമായിരുന്നു. മണിശങ്കർ അയ്യർ രാജീവ് ഗാന്ധിയുടെ ഒരു സുഹൃത്താണ്. ഞാൻ മനസ്സിലാക്കുന്നത് മണിശങ്കർ അയ്യരും രാജീവ് ഗാന്ധിയുമൊക്കെ ഡെഹ്റാഡൂണിലെ ഒരേ സ്കൂളിൽ പഠിച്ചിരുന്നവരാണ്. അപ്പോൾ മണിശങ്കർ അയ്യരുടെ ഒരു മനസ്സിലുള്ള കാര്യം, രാജീവ് ഗാന്ധിയുടെ ഒരു സ്വപ്നം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ്, കർണാടകയിലും ഒരു പരിധിവരെയൊക്കെ അത് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ ആണ് അദ്ദേഹം കേരളത്തിലെ സർക്കാരിനൊരു തുടർച്ചയുണ്ടാകണം എന്നാഗ്രഹിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കേരളത്തിലെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം. അപ്പോൾ മറ്റുള്ള വകുപ്പുകളുടെ പ്രവർത്തനത്തെ ഒന്നും വിലയിരുത്താതെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ മെച്ചപ്പെട്ട പഞ്ചായത്ത് രാജ് സംവിധാനം നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഒരു ഭരണ തുടർച്ച ആഗ്രഹിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ്, വളരെ എക്സ്പീരിയൻസ്ഡായ, വളരെ എന്താ പറയുക, ഡിഡക്റ്റീവ് റീസണിങ് ഒക്കെ നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ പറയാമോ എന്നുള്ളതാണ്. പിന്നെ അതാണ് ഞാൻ നേരത്തെ അധ്യാപകൻ എന്നുള്ള കാര്യം സൂചിപ്പിച്ചത്. നമ്മളിപ്പോൾ ഒരു MLAയുടെ കീഴിൽ ഒരു MLA എത്ര ജനങ്ങളുടെ പ്രതിനിധിയാണെന്ന് പരിശോധിച്ചാൽ ഏകദേശം 1.5 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ ജനപ്രതിനിധിയാണ് മറ്റു സംസ്ഥാനങ്ങളിലും കേരളത്തിലുമൊക്കെ ഒരു MLA. അപ്പോൾ അദ്ദേഹത്തിന് ഈ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ നേരിട്ട് അറിയാൻ കഴിയില്ല. അപ്പോൾ അധികാരം ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. വിവിധ പദ്ധതികൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന, വിവിധ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷിക്കുന്ന ജനങ്ങൾ യഥാർത്ഥത്തിൽ അതിന് അർഹരാണോ എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ ട്രാൻസ്പെറൻസി, എഫിഷ്യൻസി, അക്കൗണ്ടബിലിറ്റി, ഇതൊക്കെ ആണ് ഗവേണൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങൾ. അപ്പോൾ ഈ ട്രാൻസ്പെറൻസിയും എഫിഷ്യൻസിയും പിന്നെ അക്കൗണ്ടബിലിറ്റിയൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തെ നമ്മൾ കാണുമ്പോൾ, അപ്പോൾ മൊത്തത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന് ബേസ് ചെയ്ത് മാത്രം നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയില്ല. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യമാണ്. ആ സംഗതി അല്ലെങ്കിൽ ആ ഒരു തദ്ദേശ സ്വയംഭരണ സംവിധാനം, പഞ്ചായത്ത് രാജ് സംവിധാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ അല്ലെങ്കിൽ വിവിധ ആവശ്യങ്ങളുമായി ജനപ്രതിനിധികളെ കാണുമ്പോൾ അത്തരം ആളുകളുടെ പ്രാദേശിക വിഷയങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ ഒരു MLAക്കോ ഒരു MP ക്കോ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ സാധിക്കുകയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയെ പോലെ 140 കോടിയിലധികം എന്നിപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളുണ്ട്. കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് കേരളത്തിൽ ഏകദേശം 3.5 കോടിയോളം അടുത്ത ജനങ്ങൾ ഇപ്പോഴുണ്ട്. അപ്പോൾ അവിടെ പഞ്ചായത്ത് രാജ് സംവിധാനം വളരെ ആവശ്യമാണ്. ആ സംവിധാനം ഫലപ്രദമായി നടപ്പിലാക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു സംസ്ഥാന സർക്കാരിനെ നമുക്ക് മികച്ച സംസ്ഥാന സർക്കാർ അത് വീണ്ടും വരണമെന്ന് പറയാൻ കഴിയുമോ എന്നുള്ളതാണ് മണിശങ്കർ അയ്യരോട് നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം. അത് കോൺഗ്രസിൻ്റെ അനുഭാവിയാകുന്നത് കൊണ്ടോ UDF അധികാരത്തിൽ വരുമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടോ അല്ല, മറിച്ച് ഈ വിഷയത്തിൻ്റെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ചോദിക്കാൻ തോന്നുന്ന കാര്യം. ഇനി മറ്റ് ചില വസ്തുതകൾ നമ്മൾ പരിശോധിക്കാം. 2020 LDFന് ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നപ്പോൾ സംസ്ഥാനത്ത് ലഭിച്ച വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 40.2% അത് ഈ 2025 33.4% കുറഞ്ഞു. അതായത് 7% കുറവ്. UDFന് അന്ന് ലഭിച്ചത് 37.9% 2020 ലഭിച്ച വോട്ടിംഗ് പെർസെൻറ്റേജ് ലോക്കൽ ബോഡി ഇലക്ഷന്. ഇപ്പോൾ അത് 38.81.
NDAക്ക് 15% ഉണ്ടായിരുന്നത് 14.71%. 514 ഗ്രാമപഞ്ചായത്തുകളിലും 108 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 11 ജില്ലാ പഞ്ചായത്തുകളിലും 43 മുനിസിപ്പാലിറ്റികളിലും 5 കോർപ്പറേഷനുകളിലുമാണ് അന്ന് 2020 LDFന് അധികാരത്തിൽ വരാൻ സാധിച്ചത്. ഇപ്പോഴത് അന്ന് UDFന് വരാൻ സാധിച്ചത് 321 ഗ്രാമപഞ്ചായത്തുകളിലും 38 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 3 ജില്ലാ പഞ്ചായത്തുകളിലും 41 മുനിസിപ്പാലിറ്റികളിലും 1 കോർപ്പറേഷനിലുമായിരുന്നു. അന്ന് ഗ്രാമപഞ്ചായത്തിൽ BJPക്ക് 2 ഗ്രാമപഞ്ചായത്തുകളിൽ അധികാരമുണ്ടായിരുന്നു. 19 ഗ്രാമപഞ്ചായത്തുകളിൽ അധികാരത്തിൽ വരാൻ സാധിച്ചു. 2 മുനിസിപ്പാലിറ്റികളിലും അവരുണ്ടായിരുന്നു എന്നാണ് ഓർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു? UDFന് നേരത്തെ ഉണ്ടായിരുന്ന 321 ഗ്രാമപഞ്ചായത്തുകൾ ഇപ്പോൾ അവർ അധികാരത്തിലുള്ളത് 505 ഗ്രാമപഞ്ചായത്തുകളാണ്. 38 ബ്ലോക്ക് പഞ്ചായത്തുകൾ അധികാരത്തിലിരുന്നതിന് പകരം ഇപ്പോൾ 79 ഇടത്താണ് അവർ അധികാരത്തിലിരിക്കുന്നത്. 3 ജില്ലാ പഞ്ചായത്തുകൾ അധികാരത്തിലിരുന്നിടത്ത് അവർ 7 ഇടത്താണ് അധികാരത്തിലിരിക്കുന്നത്. 41 മുനിസിപ്പാലിറ്റികൾ അധികാരം ഉണ്ടായിരുന്നിടത്ത് അവരിപ്പോൾ 54 മുനിസിപ്പാലിറ്റികളിലാണ് അധികാരത്തിലുള്ളത്. 4 കോർപ്പറേഷനുകൾ UDF അധികാരത്തിലുണ്ട്. ഇപ്പോൾ നിലവിൽ LDFന് 1 കോർപ്പറേഷനിൽ മാത്രമേ അധികാരമുള്ളൂ. അപ്പോൾ ഈ ഒരു കോർപ്പറേഷൻ BJPയാണ് പിടിച്ചെടുത്തത്. അപ്പോൾ മികച്ച രീതിയിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ 2020-25 കാലഘട്ടത്തിൽ ഭൂരിഭാഗം കോർപ്പറേഷനുകളും മറ്റും അവിടെയെല്ലാം അധികാരത്തിലുണ്ടായിരുന്ന LDFന് ഈ കോർപ്പറേഷനുകളിലും ഈ ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും അധികാര തുടർച്ച ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? അപ്പോൾ ജനങ്ങൾ ഈ കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലൊക്കെ ഈ LDFൻ്റെ ജനപ്രതിനിധികളെ തിരസ്കരിച്ചു, അവർ തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ മണിശങ്കരയുടെ ഈ ക്ലെയിം, അതായത് ഇവിടുത്തെ പഞ്ചായത്ത് രാജ് സിസ്റ്റം വളരെ എഫിഷ്യൻ്റായി വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കുന്നു എന്നുള്ളത് ശരിയാണോ? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി അർഹരായ ആളുകളുടെ കൈകളിൽ എത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ജനവിധി LDFന് പ്രതികൂലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ വസ്തുതകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മൾ 2 LDFൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രം, ഈ നെപ്പോട്ടിസവും അതുപോലെ തന്നെ ഈ കറപ്ഷനുമൊക്കെയായി ബന്ധപ്പെട്ട് ഇവരെത്രമാത്രം ഇവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ആര്യ രാജേന്ദ്രനെ CPMൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് അയച്ച ഒരു കത്ത് വിവാദമായിരുന്നല്ലോ, അത് നമുക്കൊന്ന് പരിശോധിക്കാം. The spectre of nepotism continues to haunt CPM, the largest constituent in the ruling LDF in Kerala. ഇതൊരു വാർത്തയാണ്. The latest in the string of allegation is a letter Arya Rajendra, the mayor of Trivandrum City Corporation, assumingly sent to party's district committee secretary Annavur Nagappan. The letter, written on mayor's official letterhead and carrying her signature and corporation's official seal, requested Nagappan for a list of party workers to fill up 295 temporary posts in urban primary health centers. The vacancies included 74 posts of doctors, 66 staff nurses and 64 pharmacists. The allegation came even as the government is locked in a battle with Governor Arif Muhammad Khan. അത് വേറെ വിഷയം. അപ്പം നമ്മൾ നോക്കൂ, ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ 52 സീറ്റുകളുമായിട്ടാണ് അവർ കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നത്. ഇപ്പോൾ എന്താ അവസ്ഥ? ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള CPMന് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര സീറ്റുകൾ നേടാൻ സാധിച്ചു? ഇവർ ഒരു കത്ത് CPMൻ്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറിക്ക് അയക്കുകയാണ്. അതിൽ പറയുന്നത് എന്താണ്? ഇവർ 74 ഡോക്ടർമാരെ, 66 സ്റ്റാഫ് നഴ്സുമാരെയും 64 ഫാർമസിസ്റ്റുകളെയും താൽക്കാലികമായി അർബൻ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ നിയമിക്കണമെന്ന് പറഞ്ഞിട്ടൊരു കത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണോ മണിശങ്കരയിൽ കണ്ട പഞ്ചായത്ത് രാജ് സ്വപ്നം, രാജീവ് ഗാന്ധിയുടെ പഞ്ചായത്ത് രാജ് സ്വപ്നം? ഇങ്ങനെ ജനപ്രതിനിധികൾ ഇടപെടുന്ന രീതിയിലായിരുന്നു. മറ്റൊരു വാർത്ത കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ CPMൻ്റെ കീഴിൽ എത്രമാത്രം മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത്, മണിശങ്കരയിൽ കണ്ടതും കാണാതെ പോയതും എന്താണെന്ന് അറിയാൻ വേണ്ടി. CPM's clean sheet to PP Divya in assembly draws criticism. KSU Vice President who filed a complaint against former Kannur District Panchayat President PP Divya alleging corruption objects to CM's statement in assembly
that the allegations are baseless. എന്താണ് ഇവിടെ സംഭവിച്ചത്? Replying to a question raised in the assembly, KPCC President and MLA Sunny Joseph, Chief Minister said Kannur Vigilance Unit had investigated the complaint and found that allegations against Ms. Divya baseless. However, the government's response to Kerala High Court on the same issue appeared contradictory, Mr. Shamas pointed out. ഷമാസിനെ കുറിച്ച് നമുക്ക് പിന്നീട് പരിശോധിക്കാം. അപ്പോൾ നമുക്കറിയാം എ ഡി എമ്മിൻ്റെ ആത്മഹത്യക്ക്, നവീൻ ബാബുവിൻ്റെ ആത്മഹത്യക്ക് കാരണമായ സംഭവങ്ങളെല്ലാം നമുക്കറിയാം. പി ദിവ്യയെ മാറ്റി അവിടെ ഒരു രാജലക്ഷ്മി എന്ന മറ്റോ പേരുള്ള ഒരാളെ കണ്ണൂർ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി CPM മാറ്റി നിയമിക്കേണ്ടി വന്ന സാഹചര്യവും നമുക്കറിയാം. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യം സ്പെസിഫിക്കായി പരിശോധിച്ചു. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യം സ്പെസിഫിക്കായി പരിശോധിച്ചു. കേരളത്തിലുടനീളം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടിയുണ്ടായി എന്ന് നമ്മൾ കണ്ടെത്തി. ഇനി നമ്മളോട് സ്വയം ചോദിക്കാം, ഇവിടെ പഞ്ചായത്ത് രാജ് സംവിധാനം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് പിണറായിക്കൊരു മൂന്നാം അവസരം നൽകണമെന്നുള്ള മനുഷ്യങ്കരയ്യരുടെ വാദം ശരിയോ തെറ്റോ? ഇതിനി പ്രേക്ഷകർക്ക് തീരുമാനിക്കാം. നന്ദി, നമസ്കാരം.